എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ ചേർക്കാത്ത ഒരു കാബേജ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാബേജിൻ്റെ പകുതിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ചൂടായി വന്ന ചട്ടിയിലേക്ക് എണ്ണ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്നത് കടുകാണ്. ഒരല്പം കടുക് നമുക്ക് ചേർക്കാം. ഈ കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നോട്ടെ. ഇനി ഞാനിതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മൂക്കാൻ അനുവദിക്കാം. ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ചെറുതായി മുറിച്ച വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 കൊച്ചുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. കാബേജ് അരിഞ്ഞു വെച്ച സമയത്ത് ഞാനൊരു സവോളയുടെ പകുതി ചേർത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ കൊച്ചുള്ളി ഒന്ന് നന്നായി വാടി വരാനായിട്ടാണ് ഈ ഉപ്പ് ഈ സമയം ചേർക്കുന്നത്. സവോളയും കൊച്ചുള്ളിയൊക്കെ നമ്മൾ വഴറ്റുന്ന സമയത്ത് ഈ സമയം ഒരല്പം ഉപ്പ് ചേർത്താൽ നന്നായി വഴന്നു വരും. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് കാബേജ് തോരൻ വെക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കും. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി നമുക്കൊന്ന് ഇളക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നേരത്തെ ഉപ്പും മഞ്ഞളും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഞാൻ തിരുമ്മി വെച്ചിരുന്ന കാബേജ് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇതിനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് ആവിയിൽ തന്നെ ഇരുന്ന് വെന്തുകൊള്ളും. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊന്ന് വഴന്നു വന്നോട്ടെ. പെട്ടെന്ന് കറി വെക്കാൻ പറ്റിയ ഒരു
തോരൻ കറിയാണ് കാബേജ് തോരൻ. ഇതിനധികം സമയമൊന്നും വേണ്ട വെന്ത് കിട്ടാൻ. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മുളക് ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയം ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി നിങ്ങൾ ചേർത്തുകൊള്ളണം. എനിക്ക് ഉപ്പ് ഇപ്പോൾ പാകത്തിനുണ്ട്. ഇനി ഞാനിതിലേക്ക് ചതച്ച മുളക് ചേർക്കുകയാണ്. ഈ ചതച്ച മുളകും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിനി നമുക്കൊന്ന് ആവിയിൽ അടച്ച് വെച്ച് വേവിക്കാം. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ തുടക്കക്കാരിയാണ്. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായി നമുക്കിതൊന്ന് ഇളക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഒരു പച്ച കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഈ സമയം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറി വെന്തതിന് ശേഷം ഒരു കറിവേപ്പില ഇതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കറിക്ക് നല്ല മണവുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് കാബേജ് തോരൻ്റെ ഫൈനൽ ലുക്ക്. വീണ്ടും നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.